ആൾക്കാർ ആരൊക്കെയാണ്? ഡെയിലി കഴിക്കുന്നത് നല്ലത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 1-2 ദിവസം കഴിച്ചാലല്ല മനസ്സിലാവാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഹെയർ ഫോൾ കുറയാനും നമ്മുടെ സ്കിന്ന് മാറാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സ്പൈറലിന്റെ ശരിക്കും എന്താണ്? സൂപ്പർ ഫുഡാണ് അല്ലെ? വേൾഡിലെ നമ്പർ 1 ഫുഡാണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഫുഡാണ്. ഓക്കെ, ഡൈജസ്റ്റബിൾ പ്രോട്ടീൻ 60% ഹൈലി ഡൈജസ്റ്റബിൾ പ്രോട്ടീൻ ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കണം എന്നുള്ളത് ചില ആൾക്കാർ ചിന്തിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ മാസം നമുക്ക് ഇടവിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിന് പകരം നമ്മൾ ഒരു മാസം പ്രോട്ടീൻ പൗഡർ ആണെങ്കിൽ മാക്സിമം നമുക്ക് സ്പൈറൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റും. കാരണം എന്താണ്? ഒരു ഫുഡാണ്. ഓക്കെ, ബാക്കി ന്യൂട്രൽ ലൈഫ് അല്ലെങ്കിൽ ഇനി പ്രോട്ടീൻ പൗഡർ ആണെങ്കിൽ പോലും നിങ്ങളൊരു 3 months കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഓരോ മന്ത് ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടീൻ പൗഡർ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം. അതേപോലെ നമുക്കിത് കാണാൻ പറ്റും. 7 gram ഡയഡ് സ്പൈറലിൽ എന്ത് വരുന്നുണ്ട്? 4 gram പ്രോട്ടീന്, B1, B2, B3, കോപ്പർ, അയൺ ഇങ്ങനെയുള്ള മിനറൽസും വൈറ്റമിൻസും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ ഒരു സ്പൈറലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു ദിവസം ഒരു കോഴിമുട്ട പോലും കഴിക്കാൻ അല്ലേ? നമ്മുടെ മക്കളൊക്കെ സ്പോർട്സ് ഫീൽഡിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും നമ്മൾ 5-6 കോഴിമുട്ട പുഴുങ്ങി കൊടുക്കുന്നതിന് പകരം 1-2 സ്പൈറൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ നോക്കുക, 6 മടങ്ങ് പ്രോട്ടീൻ മുട്ടേനേക്കാളും 6 മടങ്ങ് പ്രോട്ടീൻ നമ്മുടെ ഒരു ക്യാപ്സ്യൂൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ 10 മടങ്ങ് പൊട്ടാസ്യം നമ്മുടെ ഇലക്കറികളിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഈ ഒരു ക്യാപ്സ്യൂൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ 50 മടങ്ങ് അയേൺ നമുക്ക് ഇലക്കറികളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നമുക്ക് കിട്ടുന്നുണ്ട്. 7 മടങ്ങ് കാൽസ്യം നമുക്ക് കിട്ടുന്നുണ്ട്. പാലിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും 7 മടങ്ങ് കാൽസ്യം നമുക്ക് കിട്ടുന്നുണ്ട്. 10 എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടുന്ന ഒരു സപ്ലിമെന്റ് കൂടിയാണ് നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്നത്. അതേപോലെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് അതും കൂടെ എന്ത് കിട്ടുന്നത്? നമ്മുടെ എനർജിക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്നത്. നോക്കിയാൽ മതി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് 1-2 ക്യാപ്സ്യൂൾസ് കഴിക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ നമുക്കറിയാം 1 gram സ്പൈറുലിന, അതായത് 2 ക്യാപ്സ്യൂളാണ് 1 gram എന്ന് പറയുന്നത്. ഈ 2 ക്യാപ്സ്യൂൾ സ്പൈറുലിന എന്ന് പറയുന്നത് 1 കിലോ വെജിറ്റബിൾസ് ഫ്രൂട്ട്സിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്തുണ്ട്? ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മളിപ്പം അത്രയും മാരകമായിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ LDL കൊളസ്ട്രോളിനെ കുറച്ചുകൊണ്ട് എല്ലിനെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഷുഗറിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ മസിൽ സ്ട്രെങ്ത്തും എൻഡുറൻസും നമുക്ക് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എൻഡുറൻസ് പറയുമ്പോൾ ദീർഘമായിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും, ക്ഷീണമൊന്നും കൂടാതെ അല്ലേ? ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഒരു മാരത്തോൺ എന്ന് പറയുന്നത് എന്താണ്? എൻഡുറൻസ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പം നമ്മൾ സ്പ്രിൻറ്റോ നമ്മുടെ ഇവരുണ്ടല്ലോ, ഉസൈൻ ബോൾട്ട് സ്പ്രിൻറ്റർ ആണല്ലേ, 100 മീറ്റർ ഓടുന്ന അത്രയും വേഗതയേറിയ ഓട്ടക്കാരനാണ്. പക്ഷെ മാരത്തോൺ എന്ന് പറയുമ്പോൾ 92 കിലോമീറ്റർ നമ്മൾ ഓടണം. അപ്പം അതെന്ത് വരുന്നതാണ്? എൻഡുറൻസ് ഉള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. കൂടുതൽ നേരം നമുക്ക് ചെയ്യാനുള്ള സ്റ്റാമിനയും സ്ട്രെങ്ത്തും നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അതേപോലെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള, അത് നമുക്ക് കറക്റ്റായിട്ടുള്ള അനീമിയ പോലത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. വിഷ്വൽ കംപ്ലയിൻസ് നമുക്കറിയാം, നമ്മളെല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലോ നമ്മുടെ കുടുംബത്തിലൊക്കെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഇനി റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്നത്. അവർക്ക് ഭാവിയിൽ കണ്ണിന് കാഴ്ചശക്തി കുറയുന്ന ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് സെനിലിറ്റി, അത് നമുക്ക് ഒരു ഇതുപോലെ വരുന്നത് എന്താ പറയുക, നമുക്കൊരു തണുപ്പ്, ചെറിയ ടെമ്പറേച്ചർ പോലും വെച്ച് നമുക്ക് ആ ഒരു സെനിലിറ്റിനുള്ള ഫീൽ നമുക്ക് വാർദ്ധക്യം, നമുക്ക് പെട്ടെന്ന് ആൻറ്റി ഏജിങ് അല്ലേ, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. ഈ ചുളിവുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ റിങ്കിൾസ് ഒക്കെ വരുന്നത് ആ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പം നമ്മുടെ സ്പൈറലിൽ വേറൊരു പ്രത്യേകത കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇന്ന് 20ഓളം കമ്പനികൾ ഇറക്കിയിട്ടുണ്ട്, സ്പൈറലിനെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്പൈറലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി. omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ DHAയും സിട്രസ് ബയോ ഫ്ലവനോയിഡുമാണ് നമ്മുടെ സ്പൈറുലിന എന്നുള്ള പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ള
പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും പൊട്ടാസ്യവും വൈറ്റമിൻ എ ഒക്കെ നമുക്ക് കിട്ടാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സിട്രസ് ബയോഫ്ലവനോയിഡ് എന്ന് പറയുന്നത്. സിട്രസ് ബയോഫ്ലവനോയിഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കാപ്പിലറി സ്ട്രെങ്ത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സിട്രസ് ബയോഫ്ലവനോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്പൈറുലിന ഗോൾഡ് പ്രത്യേകത ബാക്കിയുള്ള 20 കമ്പനികളേക്കാണ് നമ്മുടെ സ്പൈറുലിനയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ട്രിപ്പിൾ ബൂസ്റ്റർ കോമ്പിനേഷൻ ആണ്. അതായത് സ്പൈറുലിന പ്ലസ് DHA പ്ലസ് സിട്രസ് ബയോഫ്ലവനോയിഡ് വന്നിട്ടുള്ള ഒരു ട്രിപ്പിൾ ബൂസ്റ്റർ കോമ്പിനേഷനാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ന് നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സിട്രസ് മീൻസ് എന്താ പറയുക DHA അതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് സഹായിക്കില്ല DHA. നമ്മളിപ്പോൾ ഹോർലിക്സിലൊക്കെ പരസ്യം കാണാൻ പറ്റും. വുമൺസ് പ്രഗ്നന്റ് ലേഡീസ് കഴിക്കുന്നത് കൊണ്ടാണ് കുട്ടിയുടെ DHA അത് കറക്റ്റ് ആവാൻ വേണ്ടി ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് പോലത്തെ ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജോയിൻസിൽ ആർത്രൈറ്റിക്സ് പോലത്തെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന പെയിനുകൾക്ക് റിലീഫ് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്താണ് നമ്മുടെ ബ്രെയിൻ ഡിസീസ് പോലത്തെ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു സൊല്യൂഷൻ കാണുന്നതാണ് നമ്മുടെ DHA എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ സ്പൈറുലിന ആർക്കൊക്കെ നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കോഴി മീൻസ് ചിക്കനും മുട്ടയും ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? അവർ വെജിറ്റേറിയൻ ആണ്, പക്ഷെ അവർക്ക് അതിനകത്ത് കിട്ടുന്ന സാധനം എങ്ങനെ കിട്ടും? അപ്പം നമുക്ക് ചിക്കൻ കഴിച്ചാൽ കിട്ടുന്ന ഗുണം അവർക്ക് വെജിറ്റബിൾസ് കഴിച്ചാൽ മാത്രം കിട്ടുമോ? ഇല്ല. നമ്മുടെ വീട്ടിൽ പല്ലില്ലാത്ത ഉമ്മമാരും ഉപ്പമാരും അല്ല അച്ഛന്മാരും അമ്മമാരൊക്കെ ഉണ്ടാവും. അമ്മമാരൊക്കെ ഈ പല്ലില്ലാത്ത ആൾക്കാർക്ക് ഈ ചിക്കൻ കടിച്ച് പറിച്ച് തിന്നാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവർക്ക് അതിൻ്റെ അകത്ത് വേണ്ട സാധനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് നമ്മുടെ സ്പൈറലിന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് ഓവറോൾ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്പൈറലിന് നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. കുട്ടികൾ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്നത്. മനസ്സിലായോ?